ഓം നമോ വെങ്കടേശായ. ഗോവിന്ദ ഗോവിന്ദ. നിങ്ങൾ തിരുപ്പതിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് തിരുപ്പതി യാത്രയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും പലർക്കും അറിയാത്ത ചില നിർണായക വിവരങ്ങളും പറയാനാണ് പോകുന്നത്. അതുപോലെ വീഡിയോയുടെ അവസാനം പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ തിരുപ്പതി യാത്ര കൂടുതൽ എളുപ്പവും സ്മൂത്തുമായി മാറ്റാൻ സഹായിക്കുക. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ആദ്യം ഒരു പ്രധാന അപ്ഡേറ്റിലേക്ക് വരാം. 2026 തിരുമലയിൽ 2 ബ്രഹ്മോത്സവങ്ങളാണ് നടക്കുന്നത്. സലകട്ല വാർഷിക ബ്രഹ്മോത്സവം സെപ്റ്റംബർ 15 മുതൽ 23 വരെയും നവരാത്രി ബ്രഹ്മോത്സവം ഒക്ടോബർ 12 മുതൽ 20 വരെയുമാണ്. ഈ 2 ഉത്സവ സമയത്തും തിരുമലയിൽ സാധാരണ ദിവസങ്ങളേക്കാൾ നിരവധി മടങ്ങ് തിരക്കായിരിക്കും. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ ദിവസങ്ങളിൽ ദർശനത്തിനായി എത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്താണ് യാത്ര പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ദർശന ടിക്കറ്റും റൂമും യാത്രയും കഴിയുന്നത്ര നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. അവസാന നിമിഷം ബുക്ക് ചെയ്യാൻ നോക്കിയാൽ ടിക്കറ്റ് കിട്ടാതിരിക്കാനും റൂം ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാന അപ്ഡേറ്റ്, തിരുമലയിലെ വിശുദ്ധമായ ശ്രീവാരി പുഷ്കരണി തീർത്ഥം വാർഷിക അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 10 വരെ ഭക്തർക്കായി അടച്ചിരിക്കും. ഈ ദിവസങ്ങളിൽ പുഷ്കരണി സ്നാനവും ഹാരതിയും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് ആ സമയത്ത് യാത്ര ചെയ്യുന്നവർ ഇത് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. ഇനി വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്കും NRI ഭക്തർക്കുമായി ഒരു പ്രധാന വിവരമുണ്ട്. തിരുമലയിൽ 300 രൂപ സ്പെഷ്യൽ എൻട്രി ദർശന സൗകര്യം ലഭ്യമാണ്. ഇതിന് മുൻകൂട്ടി ഓൺലൈൻ ബുക്കിംഗ് ആവശ്യമില്ല. തിരുമലയിലെ ATC സർക്കിളിലുള്ള സ്പെഷ്യൽ എൻട്രി ദർശനം കോംപ്ലക്സിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി. കൂടെ ഒറിജിനൽ പാസ്പോർട്ട്, വാലിഡ് വിസ എന്നിവ നിർബന്ധമായും കരുതണം. എന്നാൽ ഇന്ത്യയിൽ എത്തിയ തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ മാത്രമാണ് ഈ സൗകര്യം ഉപയോഗിക്കാൻ കഴിയുക. അതുപോലെ എല്ലാ ഉത്സവ ദിവസങ്ങളിലും ഈ സൗകര്യം ഉണ്ടായിരിക്കണമെന്നും ഇല്ല. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, തിരുപ്പതിയിലേക്ക് ആദ്യമായിട്ടാണോ പോകുന്നത്? അല്ലെങ്കിൽ പലതവണ പോയിട്ടുണ്ടെങ്കിലും തിരുപ്പതി ദർശനം എങ്ങനെ സമ്പൂർണ്ണമാക്കാം എന്ന് അറിയാമോ? അതായത് ആദ്യം പത്മാവതി അമ്മവാരിയെ ദർശിക്കേണ്ടത് എന്തുകൊണ്ട്? ശ്രീ ഗോവിന്ദരാജസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് എപ്പോൾ? പുഷ്കരണിയിൽ സ്നാനം ചെയ്യേണ്ടത് എങ്ങനെ? വരാഹസ്വാമി ദർശനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ശ്രീ വെങ്കടേശ്വര സ്വാമി ദർശനം എങ്ങനെ നടത്താം? അത് കഴിഞ്ഞ് ശ്രീ കാളഹസ്തി ദർശനം എങ്ങനെ സമ്പൂർണ്ണമാക്കാം? ഇങ്ങനെ യാത്രയുടെ ശരിയായ ക്രമം അറിയാതെ പലരും തിരികെ പോകുന്നുണ്ട്. അതുമാത്രമല്ല, SST ടോക്കൺ എപ്പോൾ കിട്ടും? ദിവ്യദർശനം എങ്ങനെ എടുക്കാം? 300 രൂപ സ്പെഷ്യൽ എൻട്രി മുതൽ എല്ലാ സ്പെഷ്യൽ എൻട്രികളും എങ്ങനെ ബുക്ക് ചെയ്യാം? ഇതിൻ്റെയൊക്കെ ഡേറ്റ് എപ്പോഴാണ് ഓപ്പൺ ആവുന്നത്? എന്താണ് ഈ സ്പെഷ്യൽ എൻട്രി ദർശനങ്ങൾ? അത് ബുക്ക് ചെയ്താൽ ഒരു ഭക്തന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? റൂമുകൾ എങ്ങനെ ലഭിക്കും? TTDയുടെ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ്? തിരുമലയിലെ തിരക്ക് എങ്ങനെയാണ്? ടിക്കറ്റുകൾ റിലീസ് ചെയ്യുന്ന ഡേറ്റ് എപ്പോഴാണ്? ഉത്സവങ്ങൾ എപ്പോഴൊക്കെയാണ്? ഇതൊക്കെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ആരംഭിച്ചത്. ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാ ദിവസവും മലയാളത്തിൽ SST ടോക്കണിൻ്റെ അപ്ഡേറ്റുകൾ, ദിവ്യദർശനത്തിൻ്റെ വിവരങ്ങൾ, ഫ്രീ ദർശനം അപ്ഡേറ്റുകൾ, 300 രൂപ സ്പെഷ്യൽ എൻട്രി ദർശനം മുതൽ ബാക്കിയുള്ള എല്ലാ സ്പെഷ്യൽ എൻട്രികളുടെയും അപ്ഡേറ്റുകൾ, റൂമുകളുടെ അപ്ഡേറ്റുകൾ, ക്രൗഡ് അപ്ഡേറ്റ്സ്, ടിക്കറ്റ് റിലീസ് അപ്ഡേറ്റ്സ്, ബ്രഹ്മോത്സവം, TTDയുടെ ഒഫീഷ്യൽ അറിയിപ്പുകൾ, യാത്രാ നിർദ്ദേശങ്ങൾ എല്ലാം വളരെ ലളിതമായി മലയാളത്തിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ അപ്ഡേറ്റുകൾ ദിവസേന വാട്സപ്പിൽ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ വീഡിയോയുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോ ഇല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോ ഗോവിന്ദ എന്ന് മാത്രം ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ മെമ്പർഷിപ്പിൻ്റെ മുഴുവൻ വിവരങ്ങളും നേരിട്ട് അയച്ചു തരും. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മുൻപ് എല്ലാ വിവരങ്ങളും നിബന്ധനകളും മുഴുവൻ വായിച്ച് മനസ്സിലാക്കുക. തൃപ്തികരമാണെന്ന് തോന്നിയാൽ മാത്രം ജോയിൻ ചെയ്യുക. ഇത് പൂർണ്ണമായും നിങ്ങളുടെ ഇഷ്ടമാണ്. യാതൊരു നിർബന്ധവും ഇല്ല. ശ്രദ്ധിക്കുക, ഇതൊരു ലൈഫ് ടൈം പേയ്മെൻ്റ് ആണ്. അതായത് ഒറ്റത്തവണ മാത്രം പേയ്മെൻറ്റ് നടത്തി നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആവും. പിന്നീട് മാസാമാസം നിങ്ങളൊരു പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും അയക്കേണ്ട. നമ്മുടെ ഈ ഒരു മലയാളി വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഡെയിലി തിരുമലയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇന്നത്തെ അവിടുത്തെ തിരക്ക്, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ദിവസമാണോ, നാളത്തെ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ തിരുപ്പതിയിൽ ഏതൊക്കെ ദർശന രീതികളുണ്ട്, നമുക്ക് A to Z കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് എല്ലാ ദിവസവും. ഇതിൽ മറ്റൊരു സത്യാവസ്ഥ എന്തെന്നാൽ തിരുപ്പതി യാത്ര എളുപ്പമല്ല എന്നുള്ളത് മാത്രമാണ്. തിരുപ്പതി യാത്ര എന്നുള്ളത് എളുപ്പമല്ല. അതിനർത്ഥം
തിരുപ്പതി ഭഗവാൻ നമുക്ക് ദർശനം തരില്ല എന്നല്ല, ഉറപ്പായിട്ടും ഭഗവാൻ നമുക്ക് ദർശനം തന്നിരിക്കും, അതിലൊരു സംശയവുമില്ല. കാരണം തിരുപ്പതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഭക്തർക്ക് ദർശനം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് വേറെ ഏതൊരു ക്ഷേത്രത്തിൽ ഇല്ലാത്തതുപോലെ എല്ലാ ദിവസവും ആ ഭഗവാന്റെ സന്നിധിയിലേക്ക് ഇത്ര ആൾക്കാർ, അതായത് മിനിമം ഏറ്റവും കുറഞ്ഞതൊരു 40-50,000 പേരെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ തിരുപ്പതി ഭഗവാന്റെ സന്നിധിയിൽ ദർശനം നടത്താനായി വരുന്നുണ്ട്. അതിലൊരു സംശയവുമില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സത്യമായ കാര്യമുണ്ട്. തൻ്റെ ഭക്തർക്ക് ദർശനം കൊടുക്കാൻ വെങ്കടേശ്വര സ്വാമി അത്രമേൽ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അത്രമേൽ ഇഷ്ടപ്പെടുന്നു. പിന്നെ എന്തുകൊണ്ടാണ് തിരുപ്പതി യാത്ര നമുക്ക് എളുപ്പമല്ലാത്തത്? സംഭവം അവിടെ ഏതു സമയം മാറ്റങ്ങൾ മാത്രമാണ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ പെട്ടെന്ന് മാറാം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നമുക്കൊരു പിടിയും കിട്ടാത്തത് അവിടുത്തെ കാര്യങ്ങൾ. എന്നാൽ അവിടെ ഉള്ളവർ അതൊക്കെ ആയിട്ട് മാനേജബിളായി പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കുക വാട്സപ്പിലൂടെ. ഇങ്ങനെയാണ് നമുക്ക് എപ്പോഴും തിരുപ്പതി യാത്ര പോകുമ്പോൾ ഒരു 2 പ്ലാൻ വേണം. ഒരു പ്ലാൻ വിട്ടുപോയാലും രണ്ടാമത്തെ പ്ലാൻ വഴി നമുക്ക് സ്മൂത്തായിട്ട് ഭഗവാന്റെ ദർശനം കിട്ടും. അത് ഏതൊക്കെ പ്ലാനാണ് വേണ്ടത്, എങ്ങനെ നമുക്ക് ഇതിൽ പ്രിപ്പയർ ചെയ്ത് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാം, ഏത് രീതിയിൽ ദർശനം നടത്താം. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയുക, തിരുപ്പതി ഭഗവാന് തൻ്റെ ഭക്തർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് ദർശനം കൊടുക്കുക എന്നുള്ളത്. അതുപോലെ സത്യാവസ്ഥയാണ്, തിരുപ്പതി ദർശനം എളുപ്പമല്ല എന്നുള്ളത്. അത് അവിടെ മാറി വരുന്ന കാര്യങ്ങളുടെ ഒരു ഇതാണ്. നമുക്ക് പെട്ടെന്ന് അറിയത്തില്ലല്ലോ അവിടെ എന്താ സംഭവിക്കുന്നത്, എങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ തിരുപ്പതിയെ പറ്റിയ ഒരു രൂപം നമ്മുടെ മനസ്സിൽ ഓൾറെഡി നമ്മളിങ്ങനെ അറിഞ്ഞും എല്ലാ ദിവസവും അവിടെ നടക്കുന്ന കാര്യങ്ങളിങ്ങനെ കേട്ടും കണ്ടും നമ്മുടെ മനസ്സിലത് ഓട്ടോമാറ്റിക്കലി പതിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സത് അംഗീകരിക്കും. തിരുപ്പതി യാത്ര എളുപ്പമല്ല, പക്ഷേ ഭഗവാൻ നമുക്ക് ദർശനം തരും. അതുകൊണ്ട് നമ്മൾ എപ്പോൾ തിരുപ്പതി യാത്ര പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു സംഭവം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ എപ്പോൾ പോയാലും നമ്മളത് ദർശനം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. നമ്മൾ പിന്നെ വേറെ ചിന്തിക്കത്തില്ല. കാരണം നമ്മുടെ മനസ്സിലുണ്ട് ഇവിടെ എളുപ്പമല്ല, ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ പല സമയത്ത് പലതും നടക്കും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ 2 പ്ലാൻ എനിക്കുണ്ട്. അതുകൊണ്ട് ഒരു പ്ലാൻ പോയാലും മറ്റൊരു പ്ലാനിൽ ഞാൻ ഭഗവാന്റെ സന്നിധിയിലെത്തി ദർശനം നടത്തി ഞാൻ സ്മൂത്തായിട്ട് വീട്ടിലേക്ക് തിരികെ വരും. ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലും ഞാൻ ഭഗവാന്റെ സന്നിധിയിലേക്ക് ദർശനം നടത്തും. ഇങ്ങനൊരു പറയുന്നൊരു ടോക്കിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും എത്തിച്ചേരും, അതിലൊരു സംശയമില്ല. എല്ലാ ഭക്തർക്കും ഭഗവാൻ വെങ്കടേശ്വരൻ്റെ പൂർണ്ണ അനുഗ്രഹവും സംരക്ഷണയും എന്നും ഉണ്ടാവട്ടെ. നമ്മുടെ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും പല രീതിയിൽ തിരുപ്പതി യാത്ര സമ്പൂർണ്ണമാക്കുന്നതിനെ പറ്റിയിട്ട് വിവരിച്ചിട്ടുണ്ട്, പല രീതിയിൽ. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് ആദ്യം ദർശനം നടത്തേണ്ടത് ഭഗവാന്റെ പത്നിയായ പത്മാവതി ദേവിയാണ്, അതായത് മഹാലക്ഷ്മി ദേവി. നമ്മൾ തിരുപ്പതിയിൽ നിന്നും ഒരു 20 മിനിറ്റ് യാത്രയുള്ളൂ. താഴത്തെ കാര്യമാണ് പറയുന്നത്, തിരുമലയല്ല. താഴെ തിരുപ്പതിയിൽ നിന്നും ഒരു 20 മിനിറ്റ് യാത്രയേ ഉള്ളൂ പത്മാവതി അമ്മയുടെ ക്ഷേത്രത്തിലേക്ക്. അവിടെ ദർശനം നടത്തി തിരിച്ച് തിരുപ്പതിയിലെത്തി. അവിടുന്ന് ഒരു 800 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഗോവിന്ദരാജ പെരുമാളിൻ്റെ ക്ഷേത്രമായി. ആരാണ് ഗോവിന്ദരാജ പെരുമാൾ? ഭഗവാന്റെ ജ്യേഷ്ഠനാണ് ഗോവിന്ദരാജ പെരുമാൾ. അനന്ത ശയനത്തിൽ കിടക്കുന്ന രൂപമാണ്. പ്രതിഷ്ഠ നമുക്ക് ഭഗവാൻ ദർശനം തരുമ്പോൾ നമുക്കത് കാണാനായി സാധിക്കും. അവിടെ ദർശനം നടത്തിയിട്ട് നേരെ മുകളിൽ പോയി പുഷ്കരണി സ്നാനം, തിരുമലയിലെത്തി പുഷ്കരണി സ്നാനം ചെയ്യുക. സ്നാനം ചെയ്തിട്ടാണ് വരാഹസ്വാമിയെ ദർശനം നടത്തേണ്ടത്. ആരാണ് വരാഹസ്വാമി? വരാഹസ്വാമിയാണ് തിരുമലയിൽ ഭഗവാന് ക്ഷേത്രം പണിയാൻ അനുമതി കൊടുത്തതും അവിടെ കുടികൊള്ളാൻ അനുവദിച്ചതും വരാഹസ്വാമിയാണ്. അപ്പോൾ വരാഹസ്വാമിയെ ദർശനം നടത്തിയതിന് ശേഷമാണ് നമ്മുടെ ഭൂലോക വൈകുണ്ഠനാഥനായ ശ്രീ വെങ്കടേശ്വര ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ പോകാനായിട്ട്. അപ്പോൾ വെങ്കടേശ്വര ഭഗവാനെ ദർശനം നടത്തി ഭഗവാൻ നമുക്ക് നല്ലൊരു ദർശനം തന്നു കഴിഞ്ഞ് നമ്മൾ ഭഗവാനെ വലം വെച്ച് വരുമ്പോഴാണ് ബാക്കിൽ മുകളിലായിട്ട് വിമാന വെങ്കടേശ്വര ഭഗവാനുണ്ട്. ആ ഭഗവാനെയും ദർശനം നടത്തി വലം വെച്ച് വരുമ്പോഴാണ് ഭഗവാന്റെ അവിടുത്തെ മെയിൻ ഹുണ്ടി ഇരിക്കുന്നത്. അതായത് കുബേരനിൽ നിന്നാണല്ലോ ഭഗവാനും ഭഗവതിക്കും കല്യാണത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ കടം മേടിച്ചത്. ആ കടം തീർക്കുക, ഒരു ഭക്തൻ തീർക്കുക എന്നുള്ള സമർപ്പണം അവിടെയാണ്. നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാന്റെ കല്യാണത്തിൻ്റെ അതായത് ഭഗവാന്റെ കല്യാണത്തിന് കടം തീർക്കാൻ നമ്മളായി കഴിയുന്ന എന്തും, എത്ര നാണയങ്ങൾ, 1 രൂപ ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ, അതിൽ എണ്ണമില്ല, നമ്മളെ കൊണ്ടാവുന്നത്. പക്ഷേ സത്യസന്ധമായി നമ്മളുണ്ടാക്കിയ പൈസ ആയിരിക്കണം, നേരായ ന്യായമായ സത്യമായ കാശ്. അത് എത്രയോ നാണയമായിരിക്കട്ടെ, എത്രയോ നാണയമാണെങ്കിലും അല്ലെങ്കിൽ നോട്ടുകളാണെങ്കിൽ പോലും ഒരു മഞ്ഞ പട്ടിലോ ചുവന്ന പട്ടിലോ കെട്ടി കിഴിയാക്കി ആ കിഴിയോടുകൂടി ആ ഒരു ഹുണ്ടിയിലേക്ക് സമർപ്പിക്കുക. അതിനർത്ഥം ഭഗവാന്റെ കടം തീർക്കാനായിട്ട് നമ്മൾ കുബേരന് സമർപ്പിച്ച ഹുണ്ടിക്കാശായിട്ടാണ്, അല്ലെങ്കിൽ ഹുണ്ടിയുടെ ഒരു കാണിക്കയായിട്ടാണ് അത് വിശ്വാസവും ഐതിഹ്യവും. സോ നിങ്ങൾ ഒരിക്കലെങ്കിലും അങ്ങനൊന്നും ചെയ്യുന്നവരുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാനായി ശ്രമിക്കുക. അതറിയാം, ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അത് വീണ്ടും ചെയ്യാനുള്ള ഒരു ഓട്ടോമാറ്റിക്കലി മനസ്സിന് അങ്ങനെ ഒരു തോന്നൽ വരും. അത്തരത്തിലുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും, അതിലൊരു തർക്കവുമില്ല.
അപ്പോൾ ആ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചൊക്കെ വന്നിട്ട് പരിമള സ്റ്റോളിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കാം, അവിടെ വിരലുകൊണ്ട് എഴുന്നെങ്കിൽ എഴുതാം. അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭൂലോക വൈകുണ്ഠനാഥൻ്റെ സന്നിധിയിൽ ചെയ്യാനായിട്ട് പറ്റും. അതും കഴിഞ്ഞ് പുറത്ത് വൈകുണ്ഠത്തിൽ വന്ന് ഇരുന്ന് എത്ര നേരം ഭഗവാന്റെ സന്നിധിയിൽ ഇരിക്കാമോ അത്രയും നേരം നമ്മൾ ഭഗവാന്റെ സന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക. കാരണം ഭഗവാൻ നമുക്ക് ദർശനം തരുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് എല്ലാം കൂടി പ്രാർത്ഥിക്കാൻ പറ്റണമെന്നില്ല. നമ്മളപ്പോഴേ ഭഗവാൻ നമ്മളെ ഒന്ന് കാണുക, അതാണ് ലക്ഷ്യം. നമ്മളല്ല, നമ്മൾ വന്ന് അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും പ്രാർത്ഥിക്കാനോ ഒന്നും തോന്നില്ല ഭഗവാന്റെ അടുത്ത്. ഭഗവാൻ നമ്മളെ ദർശനം തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ കണ്ടു എന്നാണ്. മനസ്സിലായോ? അത് കഴിഞ്ഞ് തിരിച്ച് മടക്കയാത്ര, നമ്മൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് കാളഹസ്തി ദർശനം കൂടി നടത്തി ഈ ഒരു തിരുപ്പതി യാത്ര സമ്പൂർണ്ണമാക്കാനായി ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഏറ്റവും കൂടുതലും നമ്മുടെ ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും പരാമർശിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ദർശനം നടത്താനായി ശ്രമിക്കുക കേട്ടോ, ഭഗവാന്റെ സന്നിധിയിലേക്ക്. ഇനി പലർക്കും പല സംശയങ്ങളുണ്ടാവാം, ഇതൊക്കെ എവിടെയാണ്, കറക്റ്റ് ലൊക്കേഷൻസ്, കാര്യങ്ങൾ എങ്ങനെയാണ്. ഞാൻ സ്ഥിരമായി തിരുപ്പതി യാത്ര പോകുന്ന ഒരാളാണ്. ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഞാൻ തിരുപ്പതി യാത്ര പോകുമ്പോൾ ലൊക്കേഷൻ സഹിതമാണ് ഓരോ വീഡിയോസ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് തിരുപ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നത് എങ്ങോട്ടാണ്, പത്മാവതിയുടെ ക്ഷേത്രത്തിലേക്ക് എങ്ങോട്ടാണ് പോകുന്നത്, ഗോവിന്ദരാജ പെരുമാൾ ടെമ്പിളിലോട്ട് എങ്ങനെയാണ് പോകുന്നത്, പുഷ്കരണി സ്നാനം എവിടെയാണ് തിരുമലയിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിരുമല എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ പോകേണ്ടത് എങ്ങോട്ടാണ്. ഇപ്പോൾ എനിക്ക് SSD ആണെങ്കിൽ ഞാൻ എവിടെയാണ് പോയി നിൽക്കേണ്ടത്, ഫ്രീ ദർശനമാണെങ്കിൽ ഞാൻ എവിടെയാണ് പോയി നിൽക്കേണ്ടത്, സ്പെഷ്യൽ എൻട്രി ദർശനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ എവിടെയാണ് പോയി നിൽക്കേണ്ടത്, NRI ദർശനമാണെങ്കിൽ ഞാൻ എവിടെയാണ്, അങ്ങനെ പല ദർശനങ്ങളുണ്ടല്ലോ നമ്മുടെ തിരുമലയിൽ. ഈ ഒരു ക്രമത്തിൽ നമ്മൾ ദർശനം നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. ഞാൻ വീഡിയോ സഹിതം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കും. പുതിയ മെമ്പേഴ്സ് വരുന്നതിനനുസരിച്ചും പഴയ മെമ്പേഴ്സിനും അറിയാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് കണ്ട് 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 നിങ്ങൾക്ക് അതൊരു കാണാപ്പാടമായിട്ട് തന്നെ മാറും, അതിലൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതാലോചിച്ച് നിങ്ങൾ വറിയാവണ്ട. പക്ഷേ ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒരു മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗോവിന്ദ എന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ അയക്കുന്നൊരു കാര്യമുണ്ട്. അത് നല്ലതുപോലെ വായിച്ചു നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മെമ്പറാവൂ. അത്രയേ ഉള്ളൂ കേട്ടോ. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ ഭക്തർക്കും ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ സന്നിധിയിലേക്ക് എത്താനും ഭഗവാൻ തിരുപ്പതി ബാലാജി നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു തുണയാവാനും അനുഗ്രഹം ഉണ്ടാവാനും എന്നും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവട്ടെ. തിരുപ്പതി യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഉറപ്പായും ഞാൻ എൻ്റെ വാട്സപ്പിലൂടെ പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എന്ത് സംശയമായിക്കോട്ടെ, തിരുപ്പതി യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എന്ത് സംശയമായിക്കോട്ടെ, ഓൾറെഡി ഗ്രൂപ്പിൽ അഡ്മിനുള്ളിയാണ്. അതായത് ഞാൻ മാത്രമാണ് മെസ്സേജ് അയക്കുന്നത് ആ ഒരു ഗ്രൂപ്പിൽ. കാരണം പ്രധാന വിവരങ്ങൾ ആർക്കും മിസ്സായി പോകരുത്. എല്ലാ ദിവസവും അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാ പ്രധാന വിവരങ്ങളും, ഏതൊക്കെ ടിക്കറ്റ് റിലീസായിട്ടുള്ളതും എല്ലാം ഡെയിലി അയക്കുന്നത് ഞാൻ മാത്രമാണ്. മറ്റുള്ളവരെ എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ആകുമ്പോൾ എല്ലാവരും കൂടെ സംസാരവും. അതിലും നല്ലത് ഞാൻ അവിടുത്തെ മെയിൻ അപ്ഡേറ്റ്സുകൾ ആ ഗ്രൂപ്പിൽ ഇടുന്നു. നിങ്ങൾക്കതിൽ നിന്നും എന്തെങ്കിലും സംശയങ്ങളോ ദർശനങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഷുവർലി നിങ്ങൾക്കായിട്ട് ഞാൻ എൻ്റെ സമയം തരും. അതിനകത്ത് നിങ്ങളുടെ സംശയങ്ങളും തീർച്ചയായിട്ടും ഞാൻ മാറ്റിത്തരും. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പറഞ്ഞും സംസാരിച്ചും വന്നപ്പോൾ അതിങ്ങനെ കൂടി വന്നു. കാരണം തിരുപ്പതി ഭഗവാന്റെ കാര്യം എവിടെ ഞാൻ ആരടുത്ത് എങ്ങനെ രീതിയിൽ അവതരിപ്പിച്ചാലും അതിങ്ങനെ പറഞ്ഞു മനസ്സിലൊരു കാണാപ്പാടമായി. ഞാൻ ഇപ്പോഴും ഒരു തിരുപ്പതി യാത്ര അങ്ങോട്ട് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അതായത് വന്നിട്ട് ഒരു ദിവസം ആയിട്ടില്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് മണിക്കൂറുകളായതേ ഉള്ളൂ. തിരുപ്പതി യാത്രയും കഴിഞ്ഞ് ഭഗവാന്റെ ദർശനവും കഴിഞ്ഞ് വന്നിട്ട് മണിക്കൂറുകൾ ആയതേ ഉള്ളൂ. ആ പുണ്യഭൂമിയിൽ, ഭൂലോക വൈകുണ്ഠനാഥൻ്റെ ആ പുണ്യഭൂമിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും എത്താൻ സാധിക്കട്ടെ. അതാണ് എൻ്റെ ലക്ഷ്യവും അതാണ് എൻ്റെ ആഗ്രഹവും. അതിനൊരു വഴികാട്ടിയായി എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റത്തുള്ളൂ. ഗോവിന്ദ ഗോവിന്ദ.